ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നേരത്തെ KSRTC എന്തിനാണ് നഷ്ടത്തിലോടുന്ന KSRTCയെ ഗവൺമെന്റ് ചുമലിലേക്ക് ഏറ്റുന്നത് എന്ന് ചോദിച്ചത് സുപ്രീം കോടതിയാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം, അതുപോലെ തന്നെ 150 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അവരുടെ ഫൈൻഡിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. 150 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത്. അതിലെ 19 എണ്ണം പ്രവർത്തനരഹിതമാണെങ്കിലും അതിന്റെ കുറെ ചെലവുകളൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകട്ടെ, 127 എണ്ണം പ്രവർത്തിക്കുന്നുണ്ട്, 55 എണ്ണം നാമമാത്ര ലാഭത്തിലാണ്, 63 എണ്ണം നഷ്ടത്തിലാണ്. അവ മൊത്തം വരുത്തിയ നഷ്ടം എത്രയെന്നറിയണ്ടേ? 4065.38 കോടിയാണ് ഈ 63 പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഒന്നിച്ച് വരുത്തി വെച്ചിരിക്കുന്ന നഷ്ടം. ഇനി ഗവൺമെന്റ് ഷെയർ നിക്ഷേപം നടത്തിയിട്ടുണ്ട് 9817.46 കോടി. 9817.46 കോടിയാണ് ഈ പറയപ്പെട്ട കമ്പനികളുടെ ഷെയറുകളിൽ ഗവൺമെന്റ് നിക്ഷേപിച്ചിരിക്കുന്നത്. അത് മാത്രവുമല്ല, അതായത് ഗവൺമെന്റ് കടം വാങ്ങി ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് 10,002 കോടിയാണ് കടം വാങ്ങി നിക്ഷേപിച്ചിരിക്കുന്നത്. അതുപോലെ 9817.46 കോടിയാണ് അവയുടെ ഷെയറുകളിൽ എന്ന് വെച്ചാൽ 20,000 കോടിയോളം രൂപ ഗവൺമെന്റ് ഓഫ് കേരള തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 20,000 കോടി നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ ഏതാനും അതായത് ഡിവിഡന്റ് ആയിട്ട് 3 കമ്പനികൾ നാമമാത്രം ഡിവിഡന്റ് എത്രയാണ്? 3.23 കോടിയാണ്. ഈ 3 കമ്പനികളും കൂടി നാമമാത്രമായിട്ടുള്ള ഡിവിഡന്റ് ഡിക്ലയർ ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാം നഷ്ടത്തിലാണ് ഓടുന്നത്. ഈ തരത്തില് ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളെ എന്തിനു കൊണ്ട് നടക്കുന്നു? അവയെ വിറ്റൊഴിച്ചുകൂടെ? അതായത് ഈ നഷ്ടത്തിൽ ഓടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. നഷ്ടത്തിൽ ഓടുന്നവയുടെ ഒക്കെ 55 എണ്ണം നാമമാത്ര ലാഭത്തിൽ, 63 എണ്ണം വരുത്തിവെച്ച നഷ്ടം 4065.38 കോടി എന്ന് പറഞ്ഞു. ഈ 63 എണ്ണത്തിന്റെ ശമ്പളം ഒക്കെ ആരാ കൊടുക്കുന്നത്? ഒക്കെ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ആണ് അതിന്റെയൊക്കെ ശമ്പളം പോകുന്നത്. അവർക്ക് പെൻഷൻ ഇല്ല, സമാധാനം. അല്ലെങ്കിൽ ആ പെൻഷൻ പോലും അത് പക്ഷെ പിരിയുമ്പോൾ ഗ്രാറ്റുവിറ്റി അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറെ ചെലവുകളാണ്. അങ്ങനെ അല്ലാതെ വേറെ ഒത്തിരി ആനുകൂല്യങ്ങൾ ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ 63 സ്ഥാപനങ്ങളുടെ ചെലവും മറ്റെല്ലാ നടത്തിപ്പ് ചെലവും അവരുടെ ശമ്പളവും എല്ലാം ഈ പറയപ്പെട്ട ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ആ വലിയ തുക എന്തുമാത്രം ട്രഷറിയിൽ നിന്ന് എന്തു വലിയ ഒരു ഒഴുക്കാണ്, ഒരു മഹാനദിയാണ് ഈ പറയപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളെ നടത്തിക്കൊണ്ടുപോകാൻ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇതാണ് കോടതിയെ കൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്നത്. എന്നിട്ട് എന്തിന്റെ പേരിലാണ്, ആരെ സംരക്ഷിക്കാനാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കാലാകാലങ്ങളിൽ തിരികെ കയറ്റിയിട്ടുള്ള അഥവാ പിൻവാതിൽ നിയമനം നടത്തിയിട്ടുള്ളവരെ അവരുടെ ജോലി സംരക്ഷിക്കുക, ഗവൺമെന്റിന്റെ കൂടെ നിർത്തുക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഖജനാവിനെ കാലിയാക്കിക്കൊണ്ട് ഇത്ര ധനപ്രതിസന്ധി തുടരുമ്പോഴും 20,000 കോടിയോളം അവയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, 63 എണ്ണത്തിന്റെ ശമ്പളവും എല്ലാം മറ്റ് നിത്യനിദാന ചെലവുകളും വഹിക്കുന്നത് ഗവൺമെന്റ് ആണ്. അങ്ങനെ എന്തിന് പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകണം? ഇതാണ് നമ്മുടെ ധനപ്രതിസന്ധിയുടെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാരണം. അപ്പൊ CAG എന്താ പറയുന്നത്? CAG അങ്ങനെ ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം CAG പറയുകയാണ് ഗവൺമെന്റ് വലിയ തോതിൽ കടം മേടിക്കുന്നു.